കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള മാറ്റം നിങ്ങൾ കണ്ടോ? നല്ല മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഫുൾ ബോഡി നിറം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ പറയുന്ന പോലെ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിത്തിളങ്ങുന്നതാണ്. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ പല ട്രീറ്റ്മെന്റുകളും ഉണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് കൂടാതെ തന്നെ ഫുൾ ബോഡി സ്പാ ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നതിന് നല്ല പോലെ എക്സ്പെൻസീവ് ആണ്. ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കാൻ വെറും 1 ദിവസം കൊണ്ട് സാധിക്കും. ഫുൾ ബോഡിക്ക് തിളക്കം വെക്കുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ കാണിക്കാം. അതിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു 2 ദിവസമെങ്കിലും ചെയ്യണം. എന്നാലേ നമ്മൾ ആ ഒരു സ്കിന്നിന് നല്ല പോലെ ഒരു തിളക്കം കിട്ടാൻ സാധിക്കുള്ളൂ. ആദ്യമേ തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പുളിയില്ലാത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിലും തൈരാണെങ്കിലും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ടാൻ റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ തുടച്ചു മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് റൈസ് പൗഡറിൽ നിന്ന്. റൈസ് പൗഡറാണ് നമുക്ക് വേണ്ടത്. അത് എത്ര ആണെന്നുള്ളത് ഞാൻ പറയാം. 2.5 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ നമുക്ക് വേണ്ടത്. റൈസ് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. പുട്ടിനെടുക്കുന്ന പൊടി പാടില്ല. അതിൽ കുറച്ച് തരികളുള്ളത് കൊണ്ട് സ്കിന്നിന് സ്ക്രാച്ച് വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. പത്തിരിക്ക് എടുക്കുന്ന പൊടിയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുവാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പത്തിരിപ്പൊടി എന്നൊക്കെ പറയുന്നത്. ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറാണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. മുൾട്ടാണി മിട്ടി പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾ അതിന് പകരമായിട്ട് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി എടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കടലമാവിൻ്റെ പൊടി എടുക്കാവുന്നതാണ്. ഞാനിവിടെ മുൾട്ടാണി മിട്ടിയാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ് ചേർത്തേക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അതായത് കോക്കനട്ട് ഓയിൽ. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈസർ ആക്കാനും ഒക്കെ കോക്കനട്ട് ഓയിലിൽ നിന്ന് സാധിക്കുന്നതാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി പാക്ക് നല്ലോണം മിക്സ് ആക്കണ്ടേ? അതിന് നമുക്ക് വേണ്ടത് അരിവെള്ളമാണ്. അതായത് അരി കുതിരാനായിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ളം വേണം. ആ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ആക്കുന്നത്. ഇത് വളരെ നല്ലതാണ്. കൊറിയക്കാരായാലും ജപ്പാനീസുകാരായാലും സ്കിൻ കെയറിനകത്ത് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. തിളപ്പിച്ച വെള്ളമാണെങ്കിൽ, അതായത് അരി ഊറ്റുന്ന സമയത്തുണ്ടാകുന്ന കഞ്ഞിവെള്ളമാണെങ്കിലും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത് അരി കുതിരാനായിട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ടാണ് ബാക്കി നമ്മൾ മിക്സ് ആക്കുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ 2 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിന്നിന് ചേഞ്ചസ് കാണും. മുന്നോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. എന്തായാലും ഞാൻ മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കി കഴിയുമ്പം അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനായിട്ട് പാടില്ല. ഈ കാണുന്ന ഒരു പരുവമുണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ ഫുൾ ബോഡിയിൽ തേച്ച് പിടിപ്പിക്കുന്ന ഒരു പരുവം. ഇത് തേച്ചതിന് ശേഷം സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ വേണം ഫുൾ ബോഡിയിൽ നിന്ന് കഴുകി കളയാൻ. ഇങ്ങനെ 2 ദിവസം ഒന്ന് ചെയ്ത് നോക്ക്, ഉറപ്പായി മാറ്റം കിട്ടും. ഇവിടെ ഞാൻ ഫേസിലിട്ടിട്ടുള്ള മാറ്റമാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു റിസൾട്ട് കണ്ടു നോക്കാം. നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കയ്യിലും കൂടി ഇടാം. എന്തായാലും കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ, റിസൾട്ടിന് വേണ്ടി. ഞാനങ്ങനെ ഫേസിലും കയ്യിലും ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം റിസൾട്ട് എന്താണെന്നുള്ളത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ഞാനിതാ തുടച്ച് മാറ്റുകയാണ്. തുടച്ചപ്പോൾ ഉള്ള അതായത് തുടച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള മാറ്റം നിങ്ങൾ കണ്ടോ? നല്ല മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇനി നമ്മുടെ ഫേസിൽ നിന്നും നമുക്ക് തുടയ്ക്കാം. വാവ്, തുടച്ചപ്പോൾ ഫേസിൻ്റെ ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? നല്ല പോലെ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഫേസ് ഫുള്ളായിട്ട് ഞാൻ തുടയ്ക്കട്ടെ. തുടച്ചോ ഫേസ് ഫുള്ളായിട്ട് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും.
കണ്ടോ നിങ്ങൾ ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന ആ ഒരു സംഭവം തയ്യാറാക്കിയതൊക്കെ അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണേ കേട്ടോ. നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടി തിളങ്ങുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാം. ഒരു 12 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ആ ഒരു ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന ആ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും വന്ന് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.